ഇന്നലെ രാത്രി ഒന്നും തിന്നിട്ടില്ല, അത്തായത്തിന് നീച്ചിട്ടില്ല. അതുകൊണ്ട് പള്ളയിൽ നല്ല കാള. അടുക്കള ചെന്നപ്പണ്ട് ദോശ, പിന്നെ എന്റെ വാപ്പ വെച്ച വിജയിച്ച വാഴമെന്നില്ല വായക്കൊല ഇങ്ങനെ നാട്. ഫ്രിഡ്ജായിട്ട് തുറന്നപ്പോ എന്നും മണ്ടില്ലാത്ത സാധനം. പിന്നെ സിറാത്ത് പാലത്തും കൂടി ചക്രസൂസ്മ പോണ്ടെന്ന് ആലോചിച്ചിട്ട് ഞാൻ അസ്തഫുർലി പറഞ്ഞു. അവിടുന്ന് അപ്പോഴാണ് ഈ തുരപ്പം വന്നിട്ട് ഇവന്റെ അനിയനായ ഈ തുരപ്പനെ ട്യൂഷൻ ചേർത്തണെന്ന് പറയും. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇച്ചൊന്നും ട്യൂഷന്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പത്തെ കാലം അങ്ങനെയല്ല, ട്യൂഷൻ നിർബന്ധം. ചെന്നപ്പോ തന്നെ ചെറുപ്പച്ചേർന്ന് നല്ല ബോർഡ് ഉണ്ടപ്പോ ഞാനത് അയച്ചിട്ട് അതിനുള്ള കാരണം ഉള്ളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കാണ് മനസ്സിലായി. ഇതാണ് അതിനുള്ള കാരണം. നസീമ ടീച്ചർ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചർ എന്നെ 37 കാണുമ്പത്തിന് ആ പാന്റ് കൂടി മൂത്രയിച്ച ചരിത്രം വരെ ചെറുക്കനെ ചേർത്താൻ വന്നിട്ട് ചെറുപ്പശ്ശേരിയിലെ സെന്റത്തിലാവുമ്പോഴേ ഓന്റെ ഉഴപ്പലൊന്നും ഇവിടെ പോകും. പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ട്യൂഷൻ സെന്ററാണ് സെന്റർ. 21 വർഷമായിട്ട് ഓല് ഫീൽഡിലുണ്ട്. അച്ചടക്കാണ് ഇവിടുത്തെ മെയിൻ. പിന്നെ മികച്ച അധ്യാപകർ. ബോർഡ് എക്സാമായി നൈറ്റ് റിവിഷൻ ക്ലാസ് വരെ പാദവാർഷിക അർദ്ധവാർഷിക എക്സാമുകളും പിന്നെ പോരാത്തിന് പാരന്റ്സ് മീറ്റിംഗും. ഇതൊക്കെ ഉണ്ടെങ്കിൽ പഠിത്തത്തിന്റെ കൂടെ എൻജോയ്മെന്റ് ഉണ്ട്. പക്ഷെ പഠിത്തം മുഖ്യം ബിയില്ല. 10ാം ക്ലാസ് April 3 തുടങ്ങും. പ്ലസ് 2 ക്ലാസ്സുകൾ April 5. നമ്മളെന്തായാലും ചെറുക്കനെ ചേർത്തി. പിന്നെ നമ്മൾ പോയത് ചെറുപ്പശ്ശേരിയിൽ തന്നെ സെന്റ് മാജാരി. ഇവിടെ തന്നെ നമ്മളെ സിയാബിന്റെ വീട് ട്യൂഷൻ സെന്റർ നോക്കിയിട്ട് വീട് ഓനേതാ ചെറുക്കന്റെ മൂഡ് കൊണ്ടുപോയി വെച്ചോക്കിട്ട് ബെഞ്ചിന്റെ സസ്പെൻഷൻ ഒക്കെ ചെക്ക് ചെയ്തു. കൊള്ളാം, നല്ല മരത്തിന്റെ ബെഞ്ച്. ഇവർക്ക് +1 +2 ഓറിയന്റേഷൻ ക്ലാസുകളും വൈവ ക്ലാസുകളും നല്ല സ്വാലത്തായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രയർ ഹാളും. വൈകുന്നേരം പേര് ചെന്നപ്പോൾ എന്റെ ചങ്ങായി ദുബായി പോകാറുണ്ട്. ഓനെ എയർപോർട്ട് ആക്കാം. ഇത് നമ്മളവിടെ ഒരു പണി തൊഴിലാത്ത ചങ്ങായി. ഗുണ്ടർ റമീസ് മന്ദം കൊളിഞ്ഞു കുട്ടി കാണൽ മുടി കളിച്ചൽ പേറ്റിനൊട്ടിക്കൊണ്ടൽ എയർപോർട്ട് പോകും എല്ലാം സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. ഗുണ്ടർ റമീസ് മന്ദം കൊളിഞ്ഞു മൈരിബായ് ഒരു പീഡിയ പോയി കണ്ട് നോമ്പട. ചെക്കനാണെങ്കിൽ ആകെ ഇടങ്ങാറില്ല. ഓനെ കല്യാണപ്പെടുത്തി കഴിഞ്ഞിട്ട് പ്രവാസത്തിലേക്കുള്ള ഈ ഒരു പോക്ക്. നമ്മളെന്തായാലും ഫ്രണ്ട് സീറ്റ് കിട്ടിയ പോലെ വരും. നമ്മളൊരു പാട്ടിട്ട് കാണും. നമ്മൾ ചെറുക്കനത് എയർപോർട്ട് കയറി കാണുന്നു. ഡൽഹി കയറി കണ്ട് പൊറാട്ടി ഫിഷ് മാങ്കോ കയറി കാണുന്ന നമ്മൾ പോയി. ബാക്കി നാളെ